നമസ്കാരം. ടാന പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ പരീക്ഷകളിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ചോദ്യം. ഇത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണല്ലേ അത്. സുനിത വില്യംസും ബിച്ച് വിൽമൂറും എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശ നിലയത്തിൽ ഒരുപാട് ദിവസങ്ങൾ കുടുങ്ങിയ സാഹചര്യമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഗത്ത് നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം സുനിത വില്യംസിനെ കുറിച്ചല്ല ചോദിച്ചത്. സുനിത വില്യംസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം അവരിങ്ങോട്ട് ആദ്യം പറഞ്ഞു തരികയാണ്. 608 ദിവസമാണ് 3 ദൗത്യങ്ങളിലായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US സഞ്ചാരി ആര് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആരായിരുന്നു ഉത്തരം? നമുക്കറിയാം, പെഗി വിൽസൺ ആണ് അല്ലെ. പെഗി വിൽസൺ ആണ് ഇതിന്റെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒറ്റ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ബഹിരാകാശ സഞ്ചാരി വലേരി പോളിയക്കോവിർ ആണ്. ബഹിരാകാശ നിലയത്തിൽ 437 ദിവസമാണ് ഈ റഷ്യൻ ബഹിരാകാശ യാത്രികൻ താമസിച്ചത്. അതായത് ഒരൊറ്റ സമയത്ത് ഒറ്റ ദൗത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത്. ഒരു പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ആരുണ്ടാകും? സുനിത വില്യംസ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും സുനിത വില്യംസ് കുറെ ദിവസം അവിടെ കുടുങ്ങി കിടന്നതാണല്ലോ, അപ്പം സുനിത വില്യംസ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ തെറ്റിക്കാനൊക്കെ ചോദിക്കാം. അപ്പൊ ആരാണ്? വലേരി പൊളിയാക്കോവിർ ആണ്. ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താ നിങ്ങൾക്ക് അറിയില്ല. ഏതായാലും ഏകദേശം ആ പേരൊന്ന് ഓർത്ത് വെക്കുക. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ഇദ്ദേഹം 437 ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ താമസിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇത് നടക്കുന്നത്? 1994 ജനുവരി 8 മുതൽ 1995 മാർച്ച് 22 വരെയാണ് തുടർച്ചയായിട്ട് ഈ പറയുന്ന വലേരി പൊളിക്കോവിർ എന്ന് പറയുന്ന റഷ്യൻ ബഹിരാകാശ സഞ്ചാരി എന്ത് ചെയ്യുന്നത്? ഈ ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായിട്ട് താമസിക്കുന്നത്. ഇനി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച മറ്റു ചില വ്യക്തികൾ കൂടിയുണ്ട്. അത് റഷ്യക്കാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളതിൽ ഒരാളാണ് ഒലെഗ് കൊണാനെങ്കോ ആണ്. അത് റഷ്യക്കാരനായിട്ടുള്ള ഒലെഗ് കൊണാനെങ്കോ 1111 ദിവസമാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. 1111 ദിവസത്തിലധികം എന്നല്ല, 1111 ദിവസമാണ് കേട്ടോ ചെലവഴിച്ചിട്ടുള്ളത്. 1000 ദിവസത്തിലധികം എന്നായിരുന്നു ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കറക്റ്റ് ചെയ്തപ്പോൾ ഇത് ഇതാണ്. അപ്പൊ 1111 ദിവസമാണ് ഒലെഗ് കൊണാനെങ്കോ എന്ന് പറയുന്ന റഷ്യൻ സഞ്ചാരി ബഹിരാകാശത്ത് മൊത്തം ചെലവഴിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് റഷ്യക്കാരൻ തന്നെയായിട്ടുള്ള ഗെന്നഡി പെഡൽക 878 ദിവസമാണ് ചെലവഴിച്ചിട്ടുള്ളത്. മറ്റൊന്ന് യൂറി മലങ്കോ റഷ്യക്കാരൻ തന്നെയാണ്, 827 ദിവസം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പെഗി വിൽസണേക്കാളും അതേപോലെ സുനിത വില്യംസിനേക്കാളും ഒക്കെ എത്രയോ ദിവസം കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ട് ഇവർ 3 പേരും അല്ലെ. യൂറി മലങ്കോ 827 ദിവസം, ഗെന്നഡി പെഡൽക 878 ദിവസം, ഒലെഗ് കൊണാനെങ്കോ 1111 ദിവസം മൊത്തം ഈ ബഹിരാകാശ നിലയത്തിൽ അല്ലെങ്കിൽ സ്പേസിൽ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സ്പേസിൽ ചെലവഴിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കാരണം അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 3 തവണയാണ് ഈ സുനിത വില്യംസ് സ്പേസിൽ പോയത് അല്ലെ. 3 തവണയാണ് പോയിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് സുനിത വില്യംസ് സ്പേസിൽ പോകുന്നത് 2006 2006 ഡിസംബർ 9 അവിടെ എത്തുന്നത്. സ്പേസ് ഷട്ടിൽ ഡിസ്കവറിയിലാണ് ആദ്യമായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാം, ആദ്യമായിട്ട് സുനിത വില്യംസ് ബഹിരാകാശത്ത് എത്തിയ വർഷം ഏതെന്ന് ചോദിക്കാം. ഏതാണ്? 2006. 2012 വീണ്ടും പോകുന്നുണ്ട് ISS-ൽ. പിന്നെ 2024 ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ദൗത്യമായിട്ടുള്ള സ്റ്റാർലൈനർ ദൗത്യത്തിലും അവർ പോകുന്നുണ്ട്. അപ്പൊ അവസാനം പോയിട്ടുള്ള ദൗത്യം ഏതാണ്? സ്റ്റാർലൈനർ ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാണ്.
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ടാൻഡം PSC ഒരുക്കുന്ന മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് ജനറൽ നോളേജ് പ്ലസ് ജനറൽ സയൻസ് ബാച്ച് ജൂൺ 16 ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ കൊടുത്തിരിക്കുന്ന 7034-327-690 9544-166-690 രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയാൻ പറ്റും. വെറും 1499 രൂപ മാത്രമാണ് സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് കറണ്ട് അഫയേഴ്സ് പ്ലസ് ജനറൽ സയൻസ് പ്ലസ് GK ബാച്ചിന് നമ്മൾ വാങ്ങുന്നത്. അതോടൊപ്പം ഈ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ള ഒരു ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് 1099 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. നമ്മുടെ പുതിയ PSCയുടെ രീതി മനസ്സിലാക്കിക്കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഡൊമൈൻ എക്സ്പേർട്ടുകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. LSTS പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനപ്പെട്ട ക്ലാസ് ആയിരുന്നു നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എല്ലാവരും പകച്ചു നിന്ന പേപ്പർ 2-വിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് ആ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാനും ടാൻഡം PSCയുടെ സ്റ്റുഡൻസിന് കഴിഞ്ഞത് ഡൊമൈൻ എക്സ്പേർട്ടുകൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു 2024 പോയ സമയത്ത് ഒരു റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാക്കുകയാണ്. എന്താണ് റെക്കോർഡ്? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് കൂടി നടന്ന വനിത എന്നുള്ള റെക്കോർഡ് ആരാണ് സ്വന്തമാക്കുന്നത്? സുനിത വില്യംസ് ആണ് സ്വന്തമാക്കുന്നത്. എത്ര സമയമാണ് അവർ ബഹിരാകാശത്ത് നടന്നത്? 62 മണിക്കൂറും 6 മിനിറ്റുമാണ്. അപ്പൊ ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള പെഗി വിൽസന്റെ പേരിലായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് കൂടി നടന്നിട്ടുള്ള പെഗി വിൽസന്റെ റെക്കോർഡാണ് സുനിത വില്യംസ് ഈ 2024 ജനുവരിയിലാണ് ആ ഒരു റെക്കോർഡ് ആര് മറികടക്കുന്നത്? നമ്മുടെ സുനിത വില്യംസ് മറികടക്കുന്നത്. സുനിത വില്യംസ് ഇന്ത്യൻ വംശജ കൂടിയാണ് അല്ലെ. ഗുജറാത്താണ് സുനിത വില്യംസിന്റെ സ്വദേശം. പിന്നീട് പിന്നെ ഒരു അമേരിക്കക്കാരൻ വിവാഹം കഴിക്കുകയും പിന്നെ അവിടെ താമസാക്കുകയും പിന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പിതാവ്, ഈ സുനിത വില്യംസിന്റെ പിതാവ് ഇന്ത്യക്കാരിയായിരുന്നു. പിന്നെ പിതാവ് അവിടെ പോയിട്ട് വിവാഹം കഴിച്ചിട്ട് അവിടെ സെറ്റിൽ ആവുകയായിരുന്നു. അങ്ങനെ അവരുടെ മകളായിട്ടാണ് സുനിത വില്യംസ് ജനിക്കുന്നത്. അപ്പൊ അവരൊരു ഇന്ത്യൻ വംശജയാണ്. ഓക്കെ, അപ്പൊ സുനിത വില്യംസ് നമ്മൾ പറഞ്ഞു റെക്കോർഡ് സ്വന്തമാക്കി. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് 2025 ഈ പിന്നെ പെഗി വിൽസന്റെ പേരിൽ ഉണ്ടായിരുന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അങ്ങനെയെങ്കിൽ പെഗി വിൽസൺ എത്ര സമയമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? 10 ബഹിരാകാശ നടത്തങ്ങളിലായി 60 മണിക്കൂറും 21 മിനിറ്റുമാണ് പെഗി വിൽസൺ ബഹിരാകാശം നടന്നിട്ടുണ്ടായിരുന്നത്. അത് മറികടന്നുകൊണ്ട് 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശത്ത് കൂടി നടന്നുകൊണ്ടാണ് സുനിത വില്യംസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2025 ജനുവരിയിൽ ബുച്ച് വിൽമോറിനൊപ്പമുള്ള അവസാന യാത്രയിലാണ് സുനിത വില്യംസ് ഈ നേട്ടം കൈവരിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഈ സുനിത വില്യംസിന്റെ ഈ അവസാനത്തെ എന്നല്ല, ഇനിയും യാത്രകൾ പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെ. അപ്പൊ ഇപ്പോൾ അവസാനമായിട്ട് അവർ പോയിട്ടുള്ള 2024 ജൂണിന് ആണ് അവർ ഇവിടുന്ന് യാത്ര തിരിച്ചത്. സുനിത വില്യംസും ബുച്ച് വിൽമോറും പിന്നെ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. ഒരു 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. വെറും 8 ദിവസം ദൗത്യമായിരുന്നു ഈ സ്റ്റാർലൈനർ ഉണ്ടായിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ പേടകത്തിന് തകരാറ് സംഭവിച്ചത് കൊണ്ട്, ഹീലിയം ചോർച്ചയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് മടങ്ങി പോരുന്ന സമയം വൈകിയത് അല്ലെ. ജൂൺ 5 പോയിട്ട് ജൂൺ 14 തിരികെ എത്തേണ്ടിയിരുന്ന ഒരു മിഷനായിരുന്നു ഇത്. ത്രസ്റ്ററുകളുടെ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം യാത്ര നീണ്ടുപോവുകയായിരുന്നു. അങ്ങനെ 2025 മാർച്ച് 18 മെക്സിക്കൻ കടലിൽ ഇവർ ലാൻഡ് ചെയ്തത്. 2024 ജൂൺ 5 പോയിട്ടുള്ള യാത്ര തിരിച്ചു വരുന്നതെന്നാണ് 2025 മാർച്ച് 18 മെക്സിക്കൻ കടലിലാണ് ലാൻഡ് ചെയ്തത്. അങ്ങനെ 8 ദിവസത്തിന് ഷെഡ്യൂൾ ചെയ്ത ദൗത്യം 286 ദിവസം നീണ്ടു നിന്നു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സുനിത വില്യംസും ബച്ച് വിൽമോറും എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശത്ത് കുടുങ്ങി പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ ബഹിരാകാശത്ത് കുടുങ്ങി പോകുന്ന ആദ്യ യാത്രികനാണോ
യാത്രികരാണോ ഇവർ? അല്ലല്ലേ. ഇതിനു മുമ്പും പലരും കുടുങ്ങി പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് 1991 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട സമയത്ത് അവിടെ ഒരാൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? സെർജി ക്രിഗലോവ് എന്ന് പറയുന്ന ഒരു USSRന്റെ ബഹിരാകാശ സഞ്ചാരി എന്ത് ചെയ്യുന്നുണ്ട്? 1991 ഈ പറയുന്ന സ്പേസിൽ കുടുങ്ങി പോകുന്നുണ്ട്. കുടുങ്ങാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ഇവിടെ ഇദ്ദേഹത്തെ USSR ആണ് ഇദ്ദേഹത്തെ ബഹിരാകാശത്തേക്ക് അയച്ചത്. പക്ഷെ ഇദ്ദേഹം അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്തു? USSR പിരിച്ചുവിട്ടുകൊണ്ട് പല രാജ്യങ്ങളായിട്ട് ഇത് സ്പ്ലിറ്റ് ആയി അല്ലെ. USSR പല രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയി. അങ്ങനെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് അത്ര വലിയ ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. USSR എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് പിന്നെ ഉണ്ടായില്ല. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഇതൊക്കെ നേരിട്ടു. അങ്ങനെയാണ് കുറച്ചു കാലം അവിടെ കുടുങ്ങി പോയത്. പിന്നെ റഷ്യയാണ് പിന്നെ ഇയാളെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ 1991 311 ദിവസമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് 286 ദിവസമാണ് സുനിത വില്യംസും ബിച്ചു വിൽമോറും അവിടെ കുടുങ്ങുന്നത് അല്ലെ. എന്നാൽ ഈ പറയുന്ന സെർജി ക്രിഗലോവ് എത്ര ദിവസം കുടുങ്ങുന്നുണ്ട്? 311 ദിവസം അവിടെ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബഹിരാകാശമായിട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ മത്സരം നടക്കുന്ന അവിടെ റഷ്യയും അതേപോലെ US തമ്മിലാണ് അല്ലെ. നമ്മൾ നേരത്തെ ശീതസമരം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം അവിടെ ഒരു കോൾഡ് വാറിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്പേസിലും അവരുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും റഷ്യ ആയിരുന്നു ഒരു പടി മുന്നിൽ തുടക്കത്തിൽ. പിന്നെ അവരെയൊക്കെ മറികടക്കാനാണ് നാസ എന്ത് ചെയ്തത്? ചന്ദ്രനിൽ ആളെ ഇറക്കിയത് അല്ലെ. പക്ഷെ അവിടെയും ചില തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അല്ലെ. ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നും ഏതോ ഒരു മരുഭൂമിയിൽ പോയിട്ട് ഫോട്ടോ എടുത്തതാണെന്നുള്ള ഒരു ഈ റഷ്യ മറികടക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് ചന്ദ്രനിൽ കാല് കുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ചരിത്രത്തിൽ ചന്ദ്രനിൽ കാല് കുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിൽ ആധികാരികമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. അങ്ങനെ 311 ദിവസമാണ് ഈ പറയുന്ന സെർജി ക്രിഗലോവ് എന്ത് ചെയ്യുന്നത്? ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി പോയത്.